ശിവ ആകെ പേടിച്ച് ചോദിച്ചു. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഏട്ടാ, പ്ലീസ്, വായൊക്കെ വേദനിക്കുക, എനിക്ക് വേണ്ട. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് വീണു. ശിവക്ക് നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ ആയിപ്പോയി. അവൻ പ്ലേറ്റ് മേശയിൽ വെച്ച് അവളൊരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ശിവ അവളെ കട്ടിലേക്ക് കിടത്തി അവളുടെ മുഖം തുടച്ചു കൊടുത്തു. ഏട്ട ഇപ്പോൾ വരാവേ. അല്പസമയം കഴിഞ്ഞതും അവൻ താഴെ പോയി ജ്യൂസുമായി വന്നു. ശക്തിയെ മടിയിലേക്ക് ഇരുത്തി അവൾക്ക് ജ്യൂസ് കൊടുത്തു. ഇത് കുടിച്ചേ. എനിക്ക് വേണ്ട ഏട്ടാ. നല്ല മോളല്ലേ, ഒന്നും കഴിക്കാഞ്ഞാൽ എങ്ങനെ? ഇത് കുടിച്ചാൽ പോരെ? ശിവ അവൾ നിർബന്ധിച്ച് അത് കുടിപ്പിച്ച്. ശക്തി പകുതി കുടിച്ച് മതിയാക്കി. അവൻ അവളുടെ മുഖം തുടച്ചു കൊടുത്തു. ഏട്ടൻ ഗ്ലാസ് താഴെ വെച്ചിട്ട് ഇപ്പോൾ വരാമേ. ശിവ താഴെ പോയി ഗ്ലാസ് ലക്ഷ്മി കൊടുത്തു. ശിവ, നീ കഴിക്കുന്നില്ലേ? ഏയ്, എനിക്കൊന്നും വേണ്ട മോനെ, രാത്രി പട്ടിണി എടുക്കാൻ പാടില്ല. ലക്ഷ്മി പറഞ്ഞു കേട്ടതും അവൻ ശക്തി കുടിച്ച പകുതിയായ ജ്യൂസ് എടുത്ത് ബാക്കി കുടിച്ചു. എനിക്കിത് മതി, നിങ്ങൾ കഴിച്ചിട്ട് കിടന്നു. അപ്പോഴേക്ക് ശങ്കർ അവൻ്റെ അടുത്തേക്ക് വന്നു. ശിവ, എന്തിൻ്റെ പേരിലായാലും നീ മോളെ തള്ളരുതായിരുന്നു. അച്ഛാ, എടാ അവള് കൊച്ചു കുഞ്ഞല്ലേ, എന്തറിയാം അവൾക്ക്? നിന്റെ ടെൻഷനോ കാര്യങ്ങളൊന്നും അവൾക്ക് അറിയില്ല. എല്ലാം അറിയിച്ച് എൻ്റെ കൊച്ചിനെ പേടിപ്പിക്കാനാണോ നിന്റെ ഭാവം? അച്ഛാ പ്ലീസ്, ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് അവൾ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാനാവുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ആ നേരം വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ നിങ്ങൾക്കറിയില്ല. അവൾ അടിച്ചു പോയതോർത്ത് എൻ്റെ ചങ്കാണ് പൊടിയുന്നത്. ഞാൻ കാരണം അവിടെ കണ്ണു നിറഞ്ഞു. ശിവന്ന് കണ്ണടച്ചു നിന്നു. പിന്നെ അവിടുന്ന് കയറിപ്പോയി. ശങ്കറിനെയും ശിവനെയും സംസാരം കേട്ട് ലക്ഷ്മി ശങ്കറിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ നിങ്ങൾ പറയുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ മറക്കുന്നത്? ഒന്ന് പറയൂ എന്നോട്. ഏയ്, ഒന്നുമില്ല ലക്ഷ്മി. ഒന്നുമില്ലാതെയാണോ ശിവ ഇന്ന് മോളെ അടിച്ചത്? അവളെന്നാ അവൻ ചാവും. അവിടെ ഒരു മുട്ടുസൂചി കൊണ്ടുപോലും ആരും വേദനിപ്പിക്കുന്ന അവന് ഇഷ്ടമല്ല. അവൻ അത്രയും ദേഷ്യം വന്ന് അവളെ തള്ളണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. മാത്രമല്ല, അവളൊന്ന് പുറത്തു പോയത് എന്തിനാ? അവൻ ഇത്രയും ടെൻഷൻ അടിച്ച് നടന്ന് ഒന്ന് പറഞ്ഞതാ. ലക്ഷ്മി പതുക്കെ. ഇല്ല, എനിക്കറിയണമല്ല. ഞാൻ പറയല്ല, നീ അകത്തേക്ക് വാ. ശങ്കർ അവളെയും കൂട്ടി അകത്തേക്ക് പോയി. ശിവ റൂമിലെത്തിയപ്പോൾ ശക്തി കട്ടിൽ ചാരി കണ്ണടച്ച് കിടക്കുകയായിരുന്നു. അവൻ അവളെ കട്ടിലേക്ക് എടുത്തി അടുത്തിരുന്നു. പതിയെ തലയിൽ തലോടി കൊടുത്തു. ഏട്ടാ, എൻ്റെ അടുത്ത് കിടക്ക്. ശിവ ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്ന് അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവൻ്റെ ചൂടും പറ്റി പതിയെ അവൾ ഉറങ്ങി. ശക്തി ഉറങ്ങിയതും ശിവ പതിയെ എഴുന്നേറ്റ് ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഡോറ് ചാരി ഫോണെടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ അലക്സി എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. എന്തായി അലക്സി, എൻ്റെ ഊഹം ശരിയാണോ? എടാ, അത് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. വി മൈറ്റ് നീഡ് ഫ്യൂ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദാറ്റ്. നമുക്ക് നോക്കാം, നീ ടെൻഷൻ ആവാതെ. എൻ്റെ പെണ്ണിനെ തൊട്ട് കളിക്കാൻ അവൻ ശ്രമിച്ചെങ്കിൽ ഇനി അവൻ ഈ ഭൂമിയിൽ വേണ്ട. നമുക്ക് പൂട്ടിടാൻ അവന് കുറച്ചുകൂടി തെളിവുകൾ കിട്ടട്ടെ. ഇപ്പോൾ ഉറപ്പിക്കാനാവില്ല അവൻ തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്ന്. കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാനുണ്ട്. അവനാണ് തെളിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട, നീ കൊന്നേക്ക്. ആട്ടെ, ശക്തി എങ്ങനെയുണ്ട് ഇപ്പം? കൈക്ക് നല്ലോണം പറ്റിയോ? ഇല്ല, ചെറിയ ചതവുണ്ട്, ഒഴിഞ്ഞ് കെട്ടിയിട്ടുണ്ട്. ഒരാഴ്ച വരെ എന്തായാലും കെട്ടേണ്ടി വരും. എൻ്റെ പെങ്ങളെ നല്ലോണം നോക്കണം കേട്ടോ. പോടാ, നീ പറഞ്ഞിട്ട് വേണം ഞാൻ എൻ്റെ പെണ്ണിനെ നോക്കാൻ. അവളെൻ്റെ ജീവനാടാ, എൻ്റെ സ്വർഗം. എന്നാലും കലിപ്പനായി നടന്ന നിന്റെ അടുത്ത് ഇങ്ങനെയുള്ള വാക്കൊക്കെ കേട്ടു തുടങ്ങിയല്ലോ, സന്തോഷം. വെച്ചിട്ട് പോടാ. ഒരു IPSനെയാണ് പോടാന്ന് വിളിക്കുന്നത്. ഇടിച്ചതിൻ്റെ കൂമ്പ് പാട്ടും. ആഹാ, അതിനുള്ള കരുത്തുണ്ടെങ്കിൽ നീ വാടാ. അയ്യോ ഇല്ലായേ. ശിവദേവ് വർമ്മയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു അവതാരമേ ഉള്ളൂ, അതെൻ്റെ പെങ്ങളാ. ശിവ ഒന്ന് ചിരിച്ചു. പോയി കിടന്നുറങ്ങണം. ശരി രാജാവേ. ശിവ ഫോൺ കട്ട് ചെയ്ത് ശക്തിക്കരികിൽ പോയി കിടന്നു. അവൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് പതിയെ കണ്ണടച്ചു. രാത്രി ശക്തി എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ടാണ് ശിവ എണീറ്റത്. നോക്കിയപ്പോൾ നല്ല പനിയുണ്ട്. ശക്തി ദേവേട്ട ദേവേട്ട എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവ വേഗം എഴുന്നേറ്റ് ഒരു തുണിയെടുത്ത് നെറ്റിയിൽ നനച്ചിട്ടു. മരുന്നെടുത്ത് ശക്തി എണീപ്പിച്ച് നെഞ്ചോട് കിടത്തി എങ്ങനെയൊക്കെയോ അവളെ കൊണ്ട് കുടിപ്പിച്ച്. ദേവേട്ട. എന്താ വാവേ? ഏട്ട മോളുടെ അടുത്തുണ്ടല്ലോ. സാരല്ല, ഇപ്പം മാറിക്കോളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞ് അവളുടെ ടെമ്പറേച്ചർ നോർമലായപ്പോഴാണ് ശിവയ്ക്ക് സമാധാനമായത്. അവളെ പതുക്കെ കട്ടിലേക്ക് എടുത്തി അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ ഉറങ്ങി. രാവിലെ ശക്തി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരുന്ന ശിവയാണ് കാണുന്നത്. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മേലേക്ക് കയറി കിടന്നു. ശിവ അവളെ നെഞ്ചോട് കിടത്തി തലയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വേദനയുണ്ടോ വാവക്ക്? ഇല്ലേട്ടാ, കൈയൊരു വലിച്ചിൽ പോലെയുണ്ട്. അത് സാറില്ല, നമുക്ക് നാളെ ഒന്ന് അഴിച്ചിട്ട് മാറ്റിക്കേട്ടാ. ഏട്ടൻ ജോഗിങ്ങിന് പോയില്ലേ? ഇല്ല, ഇന്ന് പോകണ്ടെന്ന് കരുതി. അതെന്താ? ആ നേരം എൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാൻ തോന്നി. ശക്തി തലയുയർത്തി ശിവയെ നോക്കി. മടിയൻ? ഞാൻ മടിയനാണോടി? അതെ, ഡെയിലി ചെയ്യുന്ന ജോഗിങ്സ് പോലും മടി, എക്സസൈസ് ചെയ്യാനും മടി.
ഏയ് എക്സസൈസ് ചെയ്യാൻ മടിയൊന്നുമില്ല, വേണേതാ ഇപ്പൊ ചെയ്യാലോ. അവൻ ശക്തിയെ മെല്ലെ കട്ടിലേക്ക് എടുത്തി അവളുടെ മേലേക്ക് പതിയെ അമർന്നുകൊണ്ട് പറഞ്ഞു. അയ്യടാ, ഇതാണല്ലോ എക്സസൈസ്. ഇത് നല്ല ബെസ്റ്റ് എക്സർസൈസ് അല്ലേടി. അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് നാവ് കൊണ്ട് അവിടെ ആകെ ഒഴിഞ്ഞു. ശക്തി ഒന്ന് പിടഞ്ഞു പോയി. അയ്യോ വേണ്ട ദേവേട്ട, എനിക്ക് ഇക്കിളിയാവുന്നു, കൈ വേദനിക്കും. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തൽക്കാലം വെറുതെ വിട്ടിരിക്കുന്നു, ഞാൻ ശരിയാക്കുന്നുണ്ട്. പോടാ ദേവ. അത് എണീറ്റ് ഞാൻ എഴുന്നേൽക്കട്ടെ, ഇന്നലെ എന്നെ തീരെ താഴേക്ക് വിട്ടില്ലല്ലോ. ഇവിടെ കിടന്നാ പോരെ മോളെ. എന്താ ദേവേട്ട ഇത്, എനിക്കൊരു കുഴപ്പമില്ല. ഇന്നലെ മുഖം ചെറുതായിട്ട് വേദനിച്ചിരുന്നു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ, തീരെ കുഴപ്പമില്ല. രാത്രി നല്ല പനിയായിരുന്നു, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. പനിച്ചോ? ഞാൻ അറിഞ്ഞില്ലാലോ. അറിയാൻ നിനക്ക് ബോധം വേണ്ടേ? അതാ ഞാൻ പറഞ്ഞു ഇവിടെ അടങ്ങി കിടക്കാൻ. എനിക്കിപ്പോൾ കുഴപ്പമില്ല ഏട്ടാ, പ്ലീസ്. വേണോ പൊന്നെ? ആന്നേ, സമ്മതിക്കെൻ്റെ കലിപ്പ. ഏട്ടാ എൻ്റെ കൂടെ ഇല്ലേ, പിന്നെന്താ? ശരി, പക്ഷെ കൈക്കൂലി വേണം. ഓ, എന്താണാവോ? രാവിലെ എണീറ്റപ്പോ ഒരു എനർജി ഇല്ലാത്ത പോലെ. അപ്പോൾ എനർജി കിട്ടാൻ വേണ്ടി ഇതാ ഈ ചുണ്ടിലെ തേൻ എനിക്ക് വേണം. അവൻ അവളുടെ ചുണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശക്തിയുടെ മുഖം ഒന്ന് ചുവന്ന് തുടുത്തു. ശിവ അവളുടെ കണ്ണിലേക്ക് നോക്കി. അവൻ്റെ നോട്ടം തൻ്റെ ഉള്ളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന പോലെ തോന്നി ശക്തിക്ക്. ഒരു നോട്ടം പോലും തന്നെ വല്ലാതെ അവനിലേക്ക് അടിമപ്പെടുന്ന പോലെ. അവൻ അവളുടെ ഇരു കണ്ണുകളും കവിളുകളിലും അവൻ്റെ ചുംബനമുദ്ര പതിപ്പിച്ചു. പതിയെ നെറ്റിയിൽ ചുംബിച്ചു. ചുണ്ടുകൾ നെറ്റിയിലൂടെ മൂക്കിലേക്ക് ഊർന്നിറങ്ങി. മൂക്കുത്തിയിലെത്തി അവിടെ പതിയെ കടിച്ച് മെല്ലെ ശക്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ പിടക്കുന്ന കണ്ണുകൾ കണ്ട് അവന് സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അവനേറെ പ്രിയപ്പെട്ട അവളുടെ ചെഞ്ചുണ്ടിൽ പതിയെ വിരലുകൾ ഓടിച്ച് പിന്നീട് ആ റോസാപ്പൂ ദളങ്ങളിലേക്ക് പല്ലുകൾ ആഴ്ത്തി. അതിൻ്റെ പ്രതിഫലനമെന്നോണം ശക്തിയൊന്ന് ഉയർന്നു. അവൻ പതിയെ പല്ലുകൾ അടർത്തി മാറ്റി അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് ആ ദളങ്ങളെ നുകരാൻ തുടങ്ങി. അവളുടെ ചുണ്ടിൻ്റെ മാർദ്ധവത്വം അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. വർദ്ധിച്ച ആവേശത്തോടെ അവൻ വീണ്ടും വീണ്ടും അത് നുകർന്നു. ശക്തി കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ ചുംബനത്തിൽ ലയിച്ചു. ഏറെ നേരത്തിന് ശേഷം അവൻ മെല്ലെ പിന്മാറിയപ്പോൾ അവൾ കിതച്ചുകൊണ്ട് കണ്ണടച്ച് കിടന്നു. ശിവ അവളുടെ ചുണ്ട് തുടച്ചു കൊടുത്തു. ഇങ്ങനെ പോയാ നീ അനീമിക്കാവും പെണ്ണെ. എന്തൊരു സോഫ്റ്റാണ് ഈ ചുണ്ട്, എത്ര കഴിച്ചാലും മതിയാവില്ല. അവൻ വീണ്ടും അവളുടെ ചുണ്ടിലേക്ക് മുഖം താഴ്ത്താനേ ഒരുങ്ങി. പോ ദേവേട്ട. ശക്തി അവനെ തള്ളിമാറ്റാൻ നോക്കി. ഓർക്കാതെ വയ്യാത്ത കൈ പൊക്കിയപ്പോൾ അവൾക്ക് വേദനിച്ചു. മോളെ കൈ